കോൺഗ്രസ് പ്രകടന പത്രികയെ വിമർശിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശക്തമായ ഭാഷയിലാണ് അദ്ദേഹം വിമർശനം ഉന്നയിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണൻ ചേർന്നുണ്ട്. ഗൗതം, എങ്ങനെ നോക്കിക്കാണാം പ്രധാനമന്ത്രിയുടെ വാക്കുകളെ? വിഷ്ണു, ഷഹാറൻപൂരിൽ BJP റാലിയിൽ സംസാരിക്കുമ്പോഴാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കോൺഗ്രസിന്റെ പ്രകടന പത്രികയെ രൂക്ഷ ഭാഷയിൽ വിമർശിച്ചത്. അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് രാജ്യത്തിന്റെ വിഭജന കാലത്ത് മുസ്ലിം ലീഗിന്റെ ചിന്താധാര എങ്ങനെയായിരുന്നു അതിനെ ഓർമ്മപ്പെടുത്തുന്നതാണ് കോൺഗ്രസ് പ്രകടന പത്രിക എന്നായിരുന്നു പ്രധാനമന്ത്രിയുടെ വിമർശനം. ഇന്നലെ കോൺഗ്രസ് പുറത്തിറക്കിയ പ്രകടന പത്രികയിൽ ഇത്തരത്തിൽ ചില പ്രഖ്യാപനങ്ങൾ, അതായത് ഈ കശ്മീരുമായി ബന്ധപ്പെട്ടും അതോടൊപ്പം തന്നെ രാജ്യസുരക്ഷയുമായൊക്കെ ബന്ധപ്പെട്ട അടുത്ത കാലത്ത് കേന്ദ്ര സർക്കാർ നടപ്പാക്കിയ ചില പ്രവർത്തനങ്ങളെ ചോദ്യം ചെയ്യുന്നതുമൊക്കെ അടങ്ങുന്നതായിരുന്നു ഈ കോൺഗ്രസിന്റെ പ്രകടന പത്രിക. ഈ ഒരു സാഹചര്യത്തിലാണ് ഈ പ്രകടന പത്രികയ്ക്ക് മുസ്ലിം ലീഗിന്റെ സ്വഭാവമുണ്ട്. പ്രത്യേകിച്ച് രാജ്യത്തിന്റെ വിഭജന നാളുകളിൽ മുസ്ലിം ലീഗ് കൈക്കൊണ്ട ആ ഒരു മനോഭാവത്തിന്റെ പ്രതീകമാണ് ഈ പ്രകടന പത്രിക എന്ന വിമർശനവുമായി ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രംഗത്തെത്തിയിരിക്കുന്നത്. ഒപ്പം അദ്ദേഹം BJPയുടെ വളർച്ചയും BJP എത്രത്തോളം ത്യാഗോജ്വലമായ പ്രവർത്തനങ്ങളിലൂടെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ പാർട്ടിയായത് എന്നതിനെ സംബന്ധിച്ചുള്ള വിശദീകരണവും ഈ യോഗത്തിൽ അദ്ദേഹം നടത്തി. ഇന്ന് BJPയുടെ 45ാം സ്ഥാപക ദിനം കൂടിയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ജനസംഘത്തിന്റെയും പിന്നീട് ജനതാ പാർട്ടിയുടെയും ഒടുവിൽ BJP ആയി അത് പിറന്നു വീഴുകയും ഒക്കെ ചെയ്ത ചരിത്രം, അതെല്ലാം ജനങ്ങളെ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പ് റാലിയിൽ പ്രധാനമന്ത്രി സംസാരിച്ചത്. എന്തായാലും കോൺഗ്രസിനും പ്രതിപക്ഷ പാർട്ടികൾക്കുമെതിരെ രൂക്ഷ വിമർശനം നടത്തുമ്പോൾ തന്നെ BJPയും NDAയും 400-ലധികം സീറ്റുകൾ നേടിക്കൊണ്ട് വലിയ ഭൂരിപക്ഷത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ അധികാരം നിലനിർത്തുമെന്നും പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചു. വ്യക്തമാണ്. ഗൗതമാണ് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്.